കൊച്ചിയിലെ ക്രൂയിസ് കപ്പലിൽ നടന്ന ലഹരി പാർട്ടിയെക്കുറിച്ച് കസ്റ്റംസ് പോലീസിൽ നിന്ന് വിവരങ്ങൾ തേടി. മുഖ്യപ്രതി തിരുവനന്തപുരം സ്വദേശി ഷോണിന്റെ പണമിടപാട് സംബന്ധിച്ചുള്ള പരിശോധനകൾ അന്വേഷണ ഏജൻസികൾ സജീവമാക്കിയിട്ടുണ്ട്. ഷോൺ ലഹരി സംഘങ്ങൾക്കിടയിൽ ദാദ എന്നാണ് അറിയപ്പെട്ടിരുന്നതെന്ന് അന്വേഷണ സംഘങ്ങൾക്ക് വിവരം ലഭിച്ചു. നെഫർട്ടിറ്റിയിൽ DJ പാർട്ടി നടത്തിയതിന് സമാനമായി കഴിഞ്ഞ വർഷവും ഷോണും സംഘവും കൊച്ചിയിൽ വൻ ലഹരി പാർട്ടി നടത്തിയതായി പോലീസിനും കസ്റ്റംസിനും മനസ്സിലായിട്ടുണ്ട്. പുലർച്ചെ 3 മുതൽ രാവിലെ 8 വരെ നടത്തുന്ന പാർട്ടികളിൽ MDMAയും കൊക്കൈനും ഒഴുക്കുന്നതാണ് പിടിയിലായ സംഘത്തിന്റെ രീതിയെന്നാണ് സൂചന. പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിന്ന് പിടിയിലായവരുടെ കയ്യിലുണ്ടായിരുന്ന കൊക്കൈൻ, ഹൈബ്രിഡ് കഞ്ചാവ് ഉൾപ്പെടെയുള്ളവയുടെ ഉറവിടമാണ് പോലീസിന് അറിയേണ്ടത്. ഇവ കൊച്ചിയിൽ എത്തിച്ചു നൽകിയവരെക്കുറിച്ച് ചില സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആഡംബര ഹോട്ടലുകളിലും സമ്പന്നരുടെ പരിപാടികളിലും വില കൂടിയ രാസലഹരികൾ എത്തിക്കുന്ന എറണാകുളം സ്വദേശിയെക്കുറിച്ചാണ് അന്വേഷണ സംഘങ്ങൾക്ക് തുമ്പ് കിട്ടിയിട്ടുള്ളത്. ലഭ്യമായ വിവരങ്ങളിൽ നിന്ന് കൂടുതൽ വ്യക്തത വരാൻ പിടിയിലായ മുഴുവൻ പേരുടെയും മൊബൈൽ ഫോണുകൾ വിശദമായി പരിശോധിക്കുകയാണ്. ലഹരിമരുന്നിന്റെ പാക്കിംഗ് രീതികളടക്കം വിലയിരുത്തിയ വിദഗ്ധ സംഘം വിദേശത്തു നിന്നുള്ള കടത്തിനെക്കുറിച്ചാണ് സംശയിക്കുന്നത്. കൊക്കൈൻ, MDMA, ഹൈബ്രിഡ് കഞ്ചാവ്, ലഹരി ഗുളികകൾ തുടങ്ങിയവ പിടിച്ചെടുത്തവയിൽപ്പെടും. ഇവയെല്ലാം വിലപിടിപ്പുള്ള ശ്രേണിയിൽപ്പെടുന്നവയാണ്. ഡോക്ടറും അഭിഭാഷകനുമടക്കം 8 പേരാണ് ആഡംബര ഹോട്ടലിൽ നിന്ന് പോലീസിന്റെ മിന്നൽ പരിശോധനയിൽ കുടുങ്ങിയത്. എന്നാൽ പിടിയിലായവരിൽ പ്രധാനി തിരുവനന്തപുരം സ്വദേശി ഷാജി ഫെർണാണ്ടോയാണ്. ഷോൺ എന്നറിയപ്പെടും. ലഹരി സംഘങ്ങൾക്കിടയിലും ലഹരി ആവശ്യമുള്ള ഉന്നതർക്കിടയിലും ദാദയെന്നും. കലൂർ സ്വദേശിയായ ഓസ്റ്റിൻ ജോസ്, അഭിഭാഷകനായ രോഹിത് നായർ, കൊടുങ്ങല്ലൂർ സ്വദേശി ജിനോ മുരളി, ന്യൂട്രീഷനായ ആലപ്പുഴ നൂറനാട് സ്വദേശി അക്ബർ ഷാ, ദന്ത ഡോക്ടറായ ബെൻസി റാവുത്തർ, കൊല്ലം സ്വദേശിയും ഫിസിയോതെറാപ്പിസ്റ്റുമായ സൈദലവി ഫാത്തിമ, ഏവിയേഷൻ വിദ്യാർത്ഥിയായ അമൽ റൌഫ് എന്നിവരാണ് പോലീസിന്റെ വലയിലായ മറ്റുള്ളവർ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.